ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാതത്തിൽ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം സഭാപ്രസംഗി 11 അധ്യായം 6 വാക്യം. രാവിലെ നിന്റെ വിത്ത് വിതയ്ക്ക, വൈകുന്നേരത്ത് നിന്റെ കൈ ഇളച്ചിരിക്കരുത്. ഇതോ അതോ ഏത് സഫലമാകും എന്നും രണ്ടും ഒരുപോലെ നന്നായിരിക്കുമോ എന്നും നീ അറിയുന്നില്ലല്ലോ. കുന്നുകളും ധാരാളം കൃഷിയിടങ്ങളും ഉൾപ്പെട്ട ഒരു ചെറിയ ഗ്രാമത്തിൽ എല്ലാവരും ഉപേക്ഷിച്ച ഒരു സ്ഥലമുണ്ടായിരുന്നു. കളകൾ പോലും വളരുവാൻ പ്രയാസമുള്ള ഒരിനം മണ്ണും വലിയ പാറക്കല്ലുകളും ആയിരുന്നു ആ സ്ഥലത്ത് ഉണ്ടായിരുന്നത്. ഗ്രാമവാസികൾ ഇതിനെ അദൃശ്യഭൂമി എന്ന് വിളിച്ചു. അവിടെ നിഗൂഢമായ എന്തെങ്കിലും ഉണ്ടായിരുന്നതുകൊണ്ടല്ല, ആ സ്ഥലം കാണുവാൻ ആരും ഇഷ്ടപ്പെടാതിരുന്നതുകൊണ്ടാണ്. നദിക്കരയിലുള്ള ഫലഭൂയിഷ്ടമായ വയലുകളാണ് കർഷകർ ഇഷ്ടപ്പെട്ടത്. അവിടെ കർഷകർക്ക് നല്ല വിളവുകൾ ലഭിച്ചിരുന്നു. എന്നാൽ ഒരു വർഷം ഗ്രാമത്തിൽ കടുത്ത വരൾച്ച ഉണ്ടായി. നദീതീരങ്ങൾ വരണ്ട് ഉണങ്ങി. ഫലഭൂയിഷ്ടമായ വയലുകൾ ഉണങ്ങി വിണ്ടുകീറി. മിക്ക കർഷകരും കൃഷി ഉപേക്ഷിച്ചു. എന്നാൽ ഒബിന്ന എന്ന ശാന്തനായ കർഷകൻ ആ അദൃശ്യഭൂമിയിൽ കൃഷി ചെയ്യുന്നതിന് ഒരുങ്ങി. ഒബിന്നയുടെ ശ്രമം കണ്ട് ഇതര കൃഷിക്കാർ അയാളെ കളിയാക്കി. എന്നാൽ ഒബിന്ന കഠിനമായി അധ്വാനിച്ചു. മേൽമണ്ണും വലിയ പാറക്കല്ലുകളും എല്ലാം നീക്കം ചെയ്തു. അപ്പോഴാണ് മനസ്സിലായത് പാറക്കെട്ടുകൾക്കടിയിലുണ്ടായിരുന്ന മണ്ണ് ഈർപ്പമുള്ളതും കൃഷിക്ക് അനുയോജ്യവുമാണെന്ന്. ഒബിന്ന അവിടെ വിത്തുകൾ വിതച്ചു. ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ നല്ല വിളവ് ശേഖരിക്കുവാൻ സാധിച്ചു. അങ്ങനെ അദൃശ്യഭൂമി അതുവരെ ആരും കണ്ടിട്ടില്ലാത്ത നല്ല വിളഭൂമിയായി. ആളുകൾ അതേക്കുറിച്ച് ചോദിച്ചപ്പോൾ ഒബിന്ന പറഞ്ഞു, വിജയം ചിലപ്പോൾ പരാജയത്തിനടിയിൽ മറഞ്ഞിരിക്കും. കൂടുതൽ ആഴത്തിൽ നോക്കുന്നവർ മാത്രമേ അത് കണ്ടെത്തൂ. സ്വാഭാവികമായി കാണപ്പെടുന്ന നല്ല സ്ഥലങ്ങൾ മാത്രമല്ല കൃഷിക്ക് ഉപയുക്തമായത്. മരുഭൂമിയെ മലർവാടി ആയി മാറ്റിയെടുക്കുവാൻ കഴിയും. എന്നാൽ അത് നിസ്സാരമായ കാര്യമല്ല. കഠിനാധ്വാനികൾക്ക് മാത്രമേ അത് സാധിക്കൂ. പക്ഷേ മരുഭൂമി കാണുമ്പോഴും അവിടെ ഒരു മലർവാടി കാണുവാൻ ദൃഷ്ടിയുള്ളവർക്ക് മാത്രമേ അത് യാഥാർത്ഥ്യമാകുവാൻ കഴിയൂ. നല്ല കൃഷിയിടങ്ങളൊക്കെയും അങ്ങനെയാണ് ആയത്. അധ്വാനത്തിൻ്റെ ഫലമാണ് അതിൻ്റെ പിന്നിൽ ഉള്ളത്. എന്നാൽ നമ്മുടെ പ്രയത്നം എപ്പോഴും വിജയിക്കണം എന്നില്ല. പരാജയം ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് പിന്മാറാതെ പരാജയത്തിൻ്റെ കാരണങ്ങൾ കണ്ടെത്തി പരിഹരിച്ച് മുൻപോട്ട് പോകുവാൻ ശ്രമിക്കേണ്ടതാണ്. ജീവിതത്തിലെ വെല്ലുവിളികൾ സാധ്യതകളിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ്. എന്നാൽ ക്ഷമാപൂർവ്വം കഠിനാധ്വാനം ചെയ്യുന്നവർക്ക് മാത്രമേ ആ സാധ്യതകളെ ഉപയോഗിക്കുവാൻ കഴിയൂ. ക്ഷമാപൂർവ്വം വീണ്ടും വീണ്ടും പരിശ്രമിക്കുവാൻ സന്നദ്ധരല്ലാത്തവർ പരാജയങ്ങളിൽ കുടുങ്ങിപ്പോകും. പ്രത്യക്ഷതയിൽ കാണുന്നത് പോലെ ആയിരിക്കില്ല കൂടുതൽ ഗഹനമായ കാര്യങ്ങളെ വീക്ഷിക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭവം. ആകയാൽ ദൈവത്തിൽ ആശ്രയിച്ച് ദീർഘദൃഷ്ടിയോടെ ക്ഷമാപൂർവ്വ കഠിനാധ്വാനത്തിന് സന്നദ്ധതയുള്ളവർ അദൃശ്യഭൂമിയെ കണ്ടെത്തുകയും അത് ശ്രേഷ്ഠമാക്കി തീർക്കുകയും ചെയ്യും. ജീവിതത്തിലെ വെല്ലുവിളികളെ സാധ്യതകളാക്കി തീർക്കുവാൻ നമുക്ക് തന്നെ ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മെ സമർപ്പിക്കാം. പ്രിയ കർത്താവേ, ലഭിച്ച വചനത്തിനായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ മുമ്പിൽ തന്നിരിക്കുന്നതായ സാധ്യതകളെ കണ്ടെത്തുവാനും അതിനെ പരമാവധി പ്രയോജനപ്പെടുത്തുവാനും ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.